എന്താ പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞൊന്നും പറയാനായിട്ടില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ എങ്കിലും ഇട്ടില്ലെങ്കിൽ അത് കുറഞ്ഞു പോകും. സിനിമയിലൂടെ അഭിനയത്തിലേക്ക് ചുവടുവയ്ക്കുകയും പിന്നീട് സീരിയലിൽ എത്തി ജനപ്രിയയായി മാറുകയും ചെയ്ത അഭിനേത്രിയാണ് മൃദുല വിജയ്. വർഷങ്ങൾ നിരവധി കഴിഞ്ഞിട്ടും സീരിയൽ മേഖലയിൽ നായികാസ്ഥാനം അലങ്കരിച്ച് മുന്നോട്ടു പോകുന്ന വിരലിലെണ്ണാവുന്നവരിൽ ഒരാൾ കൂടിയാണ് മൃദുല വിജയ്. സീരിയൽ താരം യുവാകൃഷ്ണയെയാണ് താരം വിവാഹം ചെയ്തത്. പ്രൊഫഷണൽ ലൈഫിലും വ്യക്തിജീവിതത്തിലും ചലഞ്ചിങ്ങായി തനിക്ക് തോന്നിയത് എന്താണെന്ന് വെളിപ്പെടുത്തുകയാണിപ്പോൾ മൃദുല. സീരിയൽ മേഖലയിൽ ഏറ്റവും ചലഞ്ചിങ്ങായി തോന്നിയ കാര്യം എന്നും നിലനിന്ന് പോവുക എന്നതാണ്. അത് ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ വിവാഹിതയായതുകൊണ്ട് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആ ബന്ധം നിലനിന്ന് പോകാൻ പ്രധാന ഘടകം. എൻ്റെയും ഭർത്താവിൻ്റെയും ഫീൽഡ് അഭിനയമാണ്. വിവാഹം കഴിഞ്ഞ 7-ാം ദിവസം മുതൽ ഞങ്ങൾ സെപ്പറേറ്റഡായാണ് ജീവിക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീരിയൽ വർക്കുകളുമായി പോയി, ഞാൻ എൻ്റെ സീരിയൽ വർക്കിലേക്ക് പോയി. ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നത് പല സെറ്റുകളിലും സ്റ്റാർ മാജിക് ഷോയുടെ ഫ്ലോറിലുമാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ അധികം കഴിഞ്ഞില്ല. ഇപ്പോഴും ഞങ്ങൾക്കുള്ള ഒരു വിഷമം ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ എന്നാണ് മൃദുല പറഞ്ഞു തുടങ്ങിയത്. 5 കുട്ടികൾ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആഗ്രഹമില്ല. 5 കുട്ടികൾ വേണമെന്ന ആഗ്രഹം എന്നോ പറഞ്ഞു പോയതാണ്. പാടില്ല, അത് പാടില്ല, അത് തെറ്റാണ്. വീട്ടിലുള്ളവർ ഇപ്പോഴേ ചോദിച്ചു തുടങ്ങി, രണ്ടാമത്തെ ഒരു കുട്ടി കൂടി വേണ്ടേയെന്ന്. കുഞ്ഞിന് കൂട്ടു വേണ്ട. ധ്വനിയെപ്പോലും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. കല്യാണം കഴിഞ്ഞ് 4-ാമത്തെ മാസം ഞാൻ ഗർഭിണിയായി. പിന്നീട് കുഞ്ഞുണ്ടായി. കുഞ്ഞു പിറന്ന് 1 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ ഹണിമൂണിന് പോലും പോയത്. 2 വർഷം കഴിഞ്ഞ് മതി കുഞ്ഞെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതും തകർന്നു 4-ാമത്തെ മാസമെന്നും മൃദുല തമാശയായി പറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തെക്കുറിച്ചും താരം മനസ്സ് തുറന്നു. സ്വന്തമായി ഒരു വീട് വെച്ചതാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമായി ഞാൻ പറയുക. മകൾ പിറന്നതും സന്തോഷം തന്നെയാണ്. എല്ലാ അമ്മമാർക്കും ആദ്യമായി കുഞ്ഞു പിറക്കുന്നത് ഒരു സന്തോഷ നിമിഷം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയാഞ്ഞത്. വീട് വെച്ചത് അത്രയേറെ സന്തോഷം പകരാൻ കാരണം, ജനിച്ചപ്പോൾ മുതൽ ഞാൻ വാടക വീട്ടിലാണ് താമസം. കുറേ വീടുകൾ മാറി മാറി താമസിച്ചിട്ടുണ്ട്. 14ഓളം വീടുകൾ ഞങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായൊരു വീട് എന്നത് എൻ്റെ വലിയ സ്വപ്നമായിരുന്നു. അച്ഛനെയും അമ്മയെയും സുരക്ഷിതമായി പാർപ്പിക്കണം എന്നതും വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഗർഭിണിയായി 6-ാം മാസത്തിൽ എത്തിയപ്പോഴേക്കും വീട് പണി പൂർത്തിയായി ഗൃഹപ്രവേശനം നടത്തി.